ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓളെ സ്വാഗതം കാണുമ്പോൾ ഒരു മനസ്സില്ലാത്ത സ്വാഗതം പോലെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ചിന്നോ? നമ്മുടെ പോകുന്ന ചിന്നോ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ഞണ്ട് പിടിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഉള്ള ഒരു പരിപാടി കേട്ടോ. നല്ല മഴ വരുമ്പം തരംഗത്തു നിന്ന് വെള്ളം നല്ലോണം പോവും, എക്സ്ട്രാ പോവും. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ ഞണ്ട് പിടിക്കാൻ പോവാം. പിന്നെ ഒരു കുഞ്ഞു മീനെല്ലാം വരലുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ള പരിപാടിയാണ് അതെല്ലാം. അപ്പോൾ അതെല്ലാം ഒരു രസമാണ്. പിന്നെ ഞാൻ വന്നാൽ പിന്നീട് ഞാൻ എപ്പോഴും ഇവരൊന്നിച്ചിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനില്ലാത്ത പരിപാടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ കൂടി ഒന്ന് പോവാം കേട്ടോ. അവർ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ട്, കുറേ എണ്ണം ഉണ്ട്, താഴെയുണ്ട്. നമുക്ക് പോവാം. ഇത് നമ്മുടെ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്കൊന്നും ഇത് എന്താ ഇതൊക്കെ ഒരു കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടും പുറത്ത് ജീവിക്കുന്നില്ല നമ്മൾ, അവർക്കൊക്കെ ഇത് ആദ്യത്തെ പിള്ളേർക്കല്ല ഇത് ഭയങ്കര പരിപാടിയായിരിക്കട്ടെ. ഭയങ്കര പരിപാടി എന്നല്ല, ഇത് സ്ഥിരമായിട്ടുള്ളൊരു എന്താ ഒരു മഴ വരുമ്പോൾ മഴക്കാലത്ത് മീൻ പിടിക്കാൻ പോലും അതൊക്കെയുള്ള ഒരു പരിപാടിയല്ലേ. അപ്പോൾ അതെല്ലാം ഒരു മെമ്മറീസാണ്. നമുക്ക് പോയി നോക്കാം, ഞണ്ടുണ്ടോ നോക്കാം കേട്ടോ. കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. വെയിലുണ്ട് ഇന്ന് ചെറുതായിട്ട്. വഴിയാണ് തുരങ്കുള്ളത്. ഞാൻ അന്ന് കാണിച്ച തുരങ്കല്ല കേട്ടോ, ഇത് താഴെ ഒരു തുരങ്കുണ്ട്. ഇത് നമ്മൾ എന്താ താഴെയാണ്, നമ്മുടെ വീടിന് കുറേ താഴെയാണുള്ളത്. അപ്പം നമ്മൾ വെള്ളം കുടിക്കാനൊന്നും യൂസ് ചെയ്യുന്നില്ല. പണ്ട് ഇതൊരു കുളമാണ്, കുളം. പണ്ട് ഈ കുളത്തിൽ വെള്ളം നിറച്ചിട്ട് തോട്ടത്തിനെല്ലാം വെള്ളം ചെയ്തുകൊണ്ടായി, അടിച്ചുകൊണ്ടായി. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോയിട്ടുണ്ട്. ഈ തുരങ്ക എന്താ കാനഡെല്ലാം പോയി. കാനഡല്ല എന്താ കുളമെല്ലാം പോയിട്ടാ. സൻവീത്ത് ചിന്ന ഓൾറെഡി നേരത്തെ പരിചയപ്പെട്ടത്. അവർ രണ്ടുപേരും ഇതാ ഞണ്ട് പിടിക്കാനുള്ള സെറ്റപ്പെല്ലാം റെഡിയാക്കി. ഇന്നലെ റെഡിയാക്കിന് കേട്ടാ. വെള്ളം കുറച്ച് എക്സ്ട്രാ, ഇത് കുറച്ച് വെള്ളം വരുന്നത്. ഏകദേശം മഴ കുറവായതുകൊണ്ടുള്ള വെള്ളം വരുന്നില്ല. അതിങ്ങനെ ഇവർ ഓൾറെഡി വെള്ളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കല്ലെല്ലാം വെച്ചിട്ട്. അപ്പം ഞണ്ട് കുടുങ്ങലുണ്ട്. ഉണ്ടാ ഉണ്ടെന്ന് പറഞ്ഞു. ഞണ്ട് കുടുങ്ങിയിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ ഉള്ളിലുണ്ടേ പൈപ്പില്ല. യെസ്, ഞണ്ടിനെ കാണുന്നുണ്ട്. എടുത്തുറ പൈപ്പിൻ്റെ ഇവർക്ക് സ്ഥിരം പരിപാടി കേട്ടാ. മഴക്കാലമായി ഇവരിവിടെ തന്നെ ഉണ്ടാവും. പേടിയൊന്നുമില്ല. എടുത്തു. അതിൻ്റെ കാലം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ കുഞ്ഞു കണ്ടതാ. അതാ ഞണ്ട് കടിച്ചാലോ? ഇവന് എക്സ്പേർട്ട് ആട്ടാ മീൻ പിടിക്കുന്നതിനല്ലോ. ഭയങ്കര അതായത് കല്ലിൻ്റെ അടിക്കും. ഇതാ കണ്ടു കൈസ്. ഇനി എങ്ങനെ പിടിക്കുമെന്ന് അറിയാലോ. ഒരു ഞണ്ടേ ഇല്ലു. എന്ത് ചെയ്യാനതിനെ പിടിച്ചിട്ട്. അന്നും ഒന്നേ കിട്ടിയിട്ടില്ല നമുക്ക്. കഴിഞ്ഞ ഞാനൊരു വീഡിയോ എടുത്തിന്, മുമ്പൊരു വീഡിയോ എടുത്തിനായിരുന്നു. അന്ന് നമുക്കൊരു ഞണ്ട് കിട്ടുന്നു. അത് ആടുന്ന് കിട്ടിയതാണ്. അങ്ങനെ ഞണ്ടിനെ കണ്ട് കുഞ്ഞു ഞണ്ട്. അന്ന് എത്ര വലുത് കിട്ടീനി. ഇത് കുഞ്ഞു ഞണ്ട്. കണ്ടോ? പോകുന്നുണ്ട്. ഇവക്ക് പേടിയാണ് ഞണ്ടിനെ. പിന്നെ ഇവർക്ക് ഇല്ല, അവൾക്ക് പേടിയാന്ന് കേട്ടോ. അവള് വെറുതെ പറയുന്നത് പേടിയില്ല. ഞണ്ട് വരുമ്പോൾ ഓളൊറ്റ ഓട്ടോടും. പിന്നെ ഇവർക്ക് അത്ര പേടി ഇല്ല. ക്കാൻ വേണ്ടിട്ട് രണ്ടാള് വരുന്നുണ്ട്. നമ്മ ഈ വീട്ടിനോട് പറയാതെ വന്നതാണ്. ഈ വീട്ടിൽ കണ്ടാ പിന്നെ ആളെ എന്ന് കരഞ്ഞോണ്ടിരിക്കും. ഞണ്ട് പിടിക്കാൻ വരുന്നതാടാ നീ. ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട് കൈ കൊണ്ട്. നിന്നെ കടിച്ചെങ്കിൽ എന്നാ പറയണ്ട. ചെറുതാ ഇതാ കൈ കൊണ്ട് ഞണ്ടിനെ പിടിക്കുന്നുണ്ട്. കടിക്കലത് ബാക്ക് പിടിച്ചോണ്ടാക്കാളെ. ഓക്കെ, ബാക്ക് പിടിച്ചാൽ ഞണ്ട് കടിക്കലാന്നാ പറയുന്നത്. കുഞ്ഞുണ്ട് അതാ ഞണ്ട് വന്നിരിക്കുകയാണ്. വലിയ ധൈര്യശാലി വന്നിട്ടുണ്ട്. ഞണ്ട് പിടിക്കാൻ വേണ്ടിട്ട് വലിയ ധൈര്യശാലി വന്നിട്ടുണ്ട്. എനിക്ക് പറക്കുന്നുണ്ട്. എനിക്ക് യെസ് ഞണ്ട് താടാ. ഒരു കുഞ്ഞു ഞണ്ടിനെ പിടിക്കാൻ എത്ര സമയം? ഞാനെങ്കിൽ പെപ്പിളെ പിടിച്ചിട്ട് പക്ഷെ ഞാൻ ക്യാമറ പിടിക്കുന്നായിരുന്നില്ലേ. കിട്ടിയിട്ടുണ്ട്. കൊറേ ഉണ്ടായിരുന്നു. കറിയൊക്കെ ആയിരുന്നു. ഇത് രണ്ടിനെന്താക്കാൻ, ഒന്നിനെന്താക്കാൻ. ഇതാ ഇവർക്കൊന്നും ധൈര്യം ഇല്ലാവാ. ഒരു കുഞ്ഞു ഞണ്ട്. അതിന്റെ ആ രണ്ട് കാലിലാണ് അത് കടിക്കുന്നത്. പിടിക്കി അതിന്റെ ബാക്കിൽ തൈലാണ് കടിക്കുന്നത്. ഇതെന്താക്കാൻ പിടിച്ചിട്ട് എന്താക്കാനേ ഒന്നേ കുറെ ഉണ്ട്. കഴിഞ്ഞാൽ വലുതിട്ടുണ്ട്. കുറച്ച് ചെറുതിട്ടാ ഉണ്ടാവും. കൊറേ ഇത് വിട്ട്
ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് വന്നതിന് എന്തായാലും സക്സസ് ആയിട്ടാ. കല്ലിന്റെ അടിയിൽ ഉണ്ടാവും. ചട്ടിയിലുണ്ടായിരുന്നു നോക്കിയാ അത് നോക്കറ അത് ടൈറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടാ ആ ഇരുമ്പിനെ. അതായത് അതിന്റെ ഉള്ളിൽ എനിക്കൊരു കുഞ്ഞു ഞണ്ട് കൂടി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു ഞണ്ട് കേട്ടാ. അതാ വലിയ ഞണ്ട് ഇടുണ്ട് കയ്യിലുണ്ട്. കുഞ്ഞു ഞണ്ട് അവിടെ പിന്നെ ഒന്ന് കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് കുറെ ഞണ്ട് കിട്ടും തോന്നുന്നു. കാണുന്നോ കാണുന്നോ കാണാട്ടെ ഇപ്പൊ കാണല്ല. അത് കാരണം അത്ര കുഞ്ഞു ഞണ്ടാണ്. ഇത് പാറക്കല്ലെല്ലാം എടുക്കണം. അപ്പൊ അതിന്റെ ഉള്ളിലെല്ലാം ഞണ്ട് കൂടിയിട്ടുണ്ടാവും. പേടിയാന്ന് കുട്ടി. അമ്മ തട്ടണോ? ഈ കുട്ടിക്ക് പേടിയാന്നുണ്ട്. ബാ തട്ടണം. ആ ഞണ്ടുണ്ട് അവിടെ ഞണ്ട്. ഞണ്ട് മെല്ലെ പോന്നു. മാത്രം കുഞ്ഞു ഞണ്ട് സ്പീഡിൽ വന്നു. എന്തേ പോയി ഞണ്ടാ കുഞ്ഞു ഞണ്ട് ഭയങ്കര സ്പീഡ് ഇട്ടാ ഓടാന്. അതാ നോക്കിയേ. അതിനെ പിടിക്കാനും അപ്പൊ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞായി പോയി. അത് തുള്ളി പോകുന്നുണ്ട്. കുഞ്ഞു പാത്രം തുള്ളി പോകുന്നുണ്ട്. കുഞ്ഞു മീനിനെ പിടിക്കുന്ന പരിപാടിയാണ്. കുഞ്ഞു മീന് അല്ല കുഞ്ഞു മീനല്ല സോറി ട്ടോ. ഞണ്ട് കുഞ്ഞു ഞണ്ട് പിടിക്കാന് വലിയ ഞണ്ടിനെ പിടിക്കാൻ ഇത്ര ടഫ് പണിയായിട്ടാ. എല്ലാരും ഞണ്ടിനെ പിടിക്കാൻ പോയിട്ട് രണ്ടാമത്തെ ഞണ്ട് ഓടിപ്പോയി ഗൈസ്. ഓടിപ്പോയി കിട്ടിട്ടാ. അത് പോയി. 4 ഞണ്ടിനെ പിടിക്കുന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ഞണ്ട് കിട്ടി. ഒരു ഞണ്ട് അത് ഓടിപ്പോയിട്ടാ. എനിക്ക് തോന്നുന്നില്ല 4 കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. ആടെ ഒന്നും ഉണ്ടാവില്ലറാ. ആടെ എന്താ നമുക്ക് അത് പോയില്ല. അങ്ങോട്ടേക്ക് പോയി. ആ പാറക്കെട്ടിലുണ്ടാവും. അങ്ങനെ ഒരു ഞണ്ട് നമ്മളെ രക്ഷപ്പെട്ട് ഓടിയിരിക്കുകയാണ്. ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. 4 ഞണ്ട് പിടിക്കുന്ന പ്ലാൻ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 4 പിടിക്കാൻ പറ്റുമെന്ന്. പിന്നെ നിങ്ങൾക്ക് പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? മഴക്കാലത്ത് ഇങ്ങനെ പോയിട്ടുണ്ടോ? നിങ്ങളെ എന്താ ഇപ്പം ഇവരെ പ്രായത്തിലുള്ള മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടാ. കമൻറ്റ് ചെയ്യണേ. പണ്ടിങ്ങനെ പോയിക്കൊണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ ആവുന്നുണ്ടെങ്കിൽ എന്താ കമൻറ്റ് ചെയ്യണേ. കിട്ടിയറാ അവരതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഞണ്ടിനെയും കൂടി പിടിച്ചിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നില്ല. നോക്കാം നമുക്ക്. ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടാ കിട്ടലാർന്നെങ്കിൽ പിന്നെ ഒന്ന് മറിയിക്കുവോ? യെസ് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. നമുക്ക് നോക്കാം. യെസ് നോക്കട്ടെ. ഞാൻ കാണുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ അതിന്റെ കാലിന് രണ്ടാമത്തെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഞണ്ട് കിട്ടിയിട്ടാ. രണ്ടാമത്തെ ഞണ്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഞണ്ട് രക്ഷപ്പെട്ടു. 2 ഞണ്ടായി. ഇനിയിപ്പോ ഒരു ഞണ്ട് കൂടി ഉണ്ട് എന്നാ പറയുന്നത്. നമുക്ക് നോക്കാം. അതിന്റെ ഉള്ളിൽ ഉണ്ടാ ചേച്ചോ വെറുതെ കൊറേ ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. 2 ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞണ്ട് കുറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്കും കൂടി പോവാട്ടാ. ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടെന്ന് വിചാരിച്ചേ. മീനുണ്ടോ നോക്കാം. നമുക്ക് പോവാട്ടാ. സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് സ്വർഗം മീൻസ് തരംഗത്തിന്റെ ഉള്ളിലേക്ക് പോവാട്ടാ. ഞാൻ കാണിച്ചു തരാം. തരംഗം കാണുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ കാട് കളഞ്ഞിട്ടുണ്ട്. കൊത്തിയിട്ടാ. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. വെള്ളം യൂസ് ചെയ്യില്ല. ഒരിക്കൽ കൊത്തും. പിന്നെ രണ്ടാമത് കാട് അങ്ങനെ വളരും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. എന്തായാലും അവർ പിടിച്ചിട്ട് വരട്ടെ. ആണ് തരംഗം കാണുന്നില്ലേ? അതാ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ആരും പോകില്ല. ഇത് ഓപ്പൺ സ്പേസ് ആണ്. ഇത് ഓപ്പൺ സ്പേസ് ആണ്. ആ ഒരു ഗുഹ പോലെ കാണുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ആരും പോകില്ല കേട്ടോ. ഞണ്ടെല്ലാം വരുന്നിട്ടുണ്ടാവും. ഇടുണ്ടാകും. പിന്നെ കുഞ്ഞു മീനെല്ലാം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടാകും കേട്ടോ. പിന്നെ ഇതെല്ലാം കുഞ്ഞു ഒരു തുരങ്കമല്ല. ചെറിയൊരു തുരങ്കം പോലെയാണ്. പക്ഷെ വലിയ സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇത് എന്തോ മീനിന്റെ പേര് പറയുന്നത് കേട്ടോ. അവര് ബ്രാലെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. കുഞ്ഞു മീനുണ്ടാകുന്നത്. പാത്രമെല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ട്. ഞണ്ട് പിടിക്കാൻ വന്നിട്ട് ഇപ്പൊ മീൻ പിടിക്കുന്നുണ്ടല്ലോ. മീനുണ്ടോ? ഞങ്ങക്കത് തവളയുടെ കുഞ്ഞിനെ വില കടന്നിട്ടോ. മീനെങ്കിൽ മീന്, തവള കുഞ്ഞു. അങ്ങനെ ഗൈസ് ഞാൻ 4 ഞണ്ട് 5 ഞണ്ട് എന്ന് പറഞ്ഞിട്ട് വെറും 2 ഞണ്ടിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇല്ലാട്ടാ പക്ക ഫെയിലിയറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ ഞണ്ട് കിട്ടുമെന്ന് കേട്ടോ. ഒരു ഞണ്ട് കിട്ടീനി. പിന്നെ ഒരു കുഞ്ഞു ഞണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ 2 ഞണ്ടിൽ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഞണ്ട് പിടുത്തം നിർത്തിയിരിക്കുകയാണ്. എന്തായാലും
അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു മഴക്കാല ഓർമ്മകൾ അത്രയേ ഉള്ളൂ. ഇത് വീഡിയോസ് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിനായിരുന്നു. ഈ ഞണ്ട് പിടിക്കുന്ന വീഡിയോ കഴിഞ്ഞ വർഷം എടുത്തിനായിരുന്നു. കഴിഞ്ഞ വർഷം ഒരേ ഞണ്ട് ഇട്ടിട്ട്, ഈ വർഷം പുരോഗതി ഉണ്ട്, 2 ഞണ്ട് ഇട്ടിട്ടുണ്ട്. അടുത്ത വർഷം 3 കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇവിടെ ടാറ്റ പറയും. ടാറ്റ, ബൈ ബൈ.